ഹായ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാരന്റിങ്ങിനെ കുറിച്ചാണ്. 2025 എന്ന് പറയുന്ന ഒരു പുതിയൊരു വർഷം തുറന്നിരിക്കുകയാണ്. ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു ന്യൂ ഏജിൽ പാരന്റ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണോ അതോ അവർക്ക് അഡ്വാൻറ്റേജസ് ആണോ? എന്തൊക്കെയാണ് പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പാരന്റിങ് ടിപ്സ്, പോസിറ്റീവ് പാരന്റിങ്, കൺസെപ്ഷൻ പാരന്റിങ്, ഇതിൽ എന്തൊക്കെയാണ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ പാരന്റിങ്? ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് കുറച്ച് ഡീപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ന്യൂ ഏജ് പാരന്റ്സ് ഫേസ് ചെയ്യുന്നതാണ് അവര് വർക്ക് ലൈഫ് ബാലൻസ്. അവർക്ക് വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ വർക്കാണ്. ലൈഫ് ഓക്കെ ലൈഫ്. അതിനെ തമ്മിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളത് അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അതുപോലെ തന്നെയാണ് അവർ കുട്ടികളും. ഇപ്പം നമുക്ക് IT ഫീൽഡ് എടുത്തു നോക്കാം. ആം, ഇന്ത്യൻ ടൈം ആയിരിക്കില്ല അവർക്ക്. അമേരിക്കൻ കമ്പനീസിന്റെ വർക്കിംഗ് ആയിരിക്കാം. അപ്പൊ അവരുടെ ടൈമിംഗ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് ഇപ്പൊ ഒരു കുട്ടി ഉറങ്ങുമ്പോഴായിരിക്കും അവര് ഷിഫ്റ്റിന് പോകുന്നത്. സ്കൂൾ കഴിഞ്ഞ് കുട്ടി വരുമ്പോ, ആ കുട്ടിയുടെ ബാക്കിയെല്ലാം പരിപാടിയും കഴിഞ്ഞ് കുട്ടി അടുത്ത സ്ലീപ്പ് എന്നുള്ള രീതിക്ക് പോകുമ്പോഴത്തേക്കായിരിക്കും അവര് ആ വർക്ക് കഴിഞ്ഞ് ബാക്ക് ഹോം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ് എ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് വളരെ കുറയുന്നു ഈ ഈ കാലഘട്ടത്തിൽ. ആ ഒരു സ്പേസ്, അത് ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് തന്നെ പറയാം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് ഗ്രാൻഡ് പാരന്റ്സിനായിരിക്കും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് അതിനെ സംബന്ധിച്ചിട്ട് സാറിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കൃഷ്ണ പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബൂമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് IT സെക്ടർ. നമ്മുടെ പല ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിൽ മെജോറിറ്റി ഓഫ് ദ IT കമ്പനീസ് ആർ വെസ്റ്റേൺ ബേസ്ഡ്, US ബേസ്ഡ് ആയിരിക്കും. ഈ US കമ്പനികൾ വർക്ക് ചെയ്യുന്നത് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഡേ ടൈമിലായിരിക്കും. അത് നമ്മുടെ ഈവനിങ് ആയിരിക്കും. ഒരു 4 സ്റ്റാർട്ട് ചെയ്ത് മോർണിംഗ് 3-4 വരെ പോകുന്ന ഒരു ഷിഫ്റ്റ് ആയിരിക്കും നമ്മുടെ IT എംപ്ലോയീസ് ചില കമ്പനീസിൽ. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 4 മണിക്ക് ഷിഫ്റ്റ് തുടങ്ങുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് 3 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. തിരിച്ചിവര് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുന്ന വെളുപ്പിന് 4-ന് 4:30-ക്കായിരിക്കും. ഈ ഒരു സമയത്ത് ഇവര് എപ്പോഴാണ് കുട്ടിയെ കാണുന്നത്, കുട്ടിയായിട്ട് എപ്പോഴാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്? കുഞ്ഞ് ഉണരുന്ന സമയത്താണ് ഇവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ എത്തുന്നത്. ഇവര് ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പേ കുഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ സാറ് പറയുന്നത് ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അവര് പാരന്റൽ ഫിഗർ ഏറ്റെടുക്കുന്നതെന്നാണ്. കറക്റ്റ്. പാരന്റൽ ഫിഗർ ഏറ്റെടുക്കുന്നതല്ല, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എംപ്ലോയീസിന് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ IT സെക്ടർ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശുണ്ട്, പക്ഷെ എനിക്കത് കുഞ്ഞിനൊരു മെറ്റീരിയൽ ആയിട്ട് ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ടോയ്സ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഫുഡ് മേടിച്ചു, പക്ഷെ ഞാൻ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവാണ് എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അത് അവരുടെ ഒരു ജോലി നമുക്കതിൽ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യം എന്താണെന്നുള്ളത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്, വർക്ക് ലൈഫ് ബാലൻസ്. അവിടെ വർക്ക് ഉണ്ട്, ലൈഫ് ഉണ്ട്, അത് ബാലൻസ് ചെയ്യുന്നില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ നേരിട്ട് കാണുന്നുണ്ടായിരിക്കില്ല, ഇവർ രണ്ടുപേരുടെ 2 ഷിഫ്റ്റ് ആയിരിക്കാം, അവർ നേരെ കാണുന്നില്ല, ഒരു പ്രോപ്പർ ഫാമിലി ലൈഫ് ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതെല്ലാം പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാണ്. പാരന്റിങ്ങിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളെ വളർത്തുന്നതുകൊണ്ട് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് അത് ആദ്യം നമ്മളത് മനസ്സിലാക്കുക. എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഓക്കെ കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് കുറയുകയാണ്. നമ്മളുമായിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈം അവിടെ മിസ് ചെയ്യുകയാണ്. സോ അത് നമുക്ക് എങ്ങനെയൊക്കെ കോപ്പ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പൊ നമുക്കിപ്പോ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്കെൻഡ്സിലും കുഞ്ഞിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പോൾ നമുക്ക് പകരം ഒരാൾ ചെയ്യുവാണെന്നുണ്ട്, ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ചെയ്യുവാണെന്നുണ്ട്, അല്ലെങ്കിൽ മെയ്ഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്കത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വീക്കെൻഡ്സിലൊക്കെ കുഞ്ഞിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാം, ഇമോഷണലി അറ്റാച്ച് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു മെറ്റീരിയൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതിന് നമ്മുടെ ക്വാളിറ്റി ടൈം അതാണ് അവര് ലാക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു പാരന്റിങ്ങിന് പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും ഇൻവോൾവ്മെന്റ് എത്രത്തോളം കുഞ്ഞുങ്ങളെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്, അതോ അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ്സ് ഉണ്ടോ? എങ്ങനെയാണ് അത് ഇന്നത്തെ ഒരു പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ്
പാരൻസ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, അവരുടെ ജോബ്, ഫാമിലി, ഈ കാര്യങ്ങളെല്ലാം സ്കെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമുള്ള അവരുടെ സമയം, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഗ്രോത്ത്, ഇതിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് നമ്മളുടെ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? യൂഷ്വലി ഈ ഒരു ജനറേഷനിലെ പാരന്റ്സ് എന്ന് പറയുന്നത് ബോത്ത് ആർ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ കൂടുതലും ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും ടേക്ക് കെയർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ ഒരു ടൈം പീരീഡില് ഗ്രാൻഡ് പാരന്റ്സ് കൂടുതലും കുഞ്ഞുങ്ങളെ ചിലപ്പോൾ ചില പാരന്റ്സ് എങ്കിലും ഗ്രാൻഡ് പാരന്റ്സ് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്താനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് വെക്കുക, അതുപോലെ തന്നെ സ്ക്രീൻ ടൈം അലോ ചെയ്യാതിരിക്കുക, ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ചെയ്യുക, ഡൂസ് ആൻഡ് ഡോൺസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ നേരെ തിരിച്ച് ഈ വർക്കിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഫ്രീഡം കൊടുക്കുകയും അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കൊടുക്കുക, അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് കുറച്ചുകൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നവരുണ്ട്. നേരെ തിരിച്ചുള്ള സിറ്റുവേഷൻസും ഉണ്ട്. എന്ന് വെച്ചാൽ ഗ്രാൻഡ് പാരന്റ്സ് ഭയങ്കര കെയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാരന്റ്സ് കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ഫോളോ ചെയ്യുന്നവർ അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു രണ്ട് ടൈപ്പ് ഓഫ് പാരന്റിങ് വരുമ്പോഴത്തേക്കും അവർ കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യാറുണ്ട് പൊതുവെ. കുട്ടികൾ കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യാറുണ്ട്. അതെ. അത് അവരെ പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നേരത്തെ ശ്രീലക്ഷ്മിയുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ പറഞ്ഞതുപോലെ ചിലപ്പം ഗ്രാൻഡ് പാരന്റ്സ് റെസ്ട്രിക്ട് ചെയ്യുന്നു, പാരന്റ്സ് കുറച്ച് ഫ്രീഡം കൊടുക്കുന്നു. ചിലപ്പോൾ പാരന്റ്സ് ഫ്രീഡം കൊടുക്കുന്നില്ല, ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു, ഗ്രാൻഡ് പാരന്റ്സ് ഫ്രീഡം കൊടുക്കുന്നു. ഇത് രണ്ടും ഒരു കുട്ടിയുടെ ബിഹേവിയർ ആൻഡ് ഗ്രോത്തിനെ ഭയങ്കര കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും അത് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രാൻഡ് പാരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്, റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. പാരന്റ്സ് അത് വളരെയധികം ഫ്രീ ആണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോ വീക്ക്ലി മാത്രമായിരിക്കാം ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് പോകുന്നത്. പാരന്റ്സ് സ്ട്രിക്റ്റ് റൂൾസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 5 ദിവസം ആ കുട്ടി ഫോളോ ചെയ്തിരുന്ന ഒരു റൂട്ടിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും പാരന്റ്സിന്റെ അടുത്ത് കഴിയുമ്പോൾ ഉള്ള റിയാക്ഷൻ. അവർ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു 2 ദിവസത്തെ ബിഹേവിയർ ആയിരിക്കും പിന്നെ ഈ ഉള്ള അടുത്തുള്ള വീക്കെൻഡ്സിൽ പാരന്റ്സിന്റെ കൂടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരത്തില് നമ്മൾ പെരുമാറുമ്പോഴത്തേക്കും കുഞ്ഞിന് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുഞ്ഞ് കൂടുതലും വാശി പിടിക്കാനും ദേഷ്യം കാണിക്കാനും എക്സ്പ്രസ് ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. കറക്റ്റ്. ആ ഒരു മാനേജ്മെന്റ്, ആ ഒരു ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? ഗ്രാൻഡ് പാരന്റ്സിനെ ആണോ, പാരന്റ്സിനെ ആണോ, എന്താണ് എന്നുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് ഒരു ആസ് എ പാരന്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിലൊക്കെ കാണുന്നത് എങ്ങനെയാണ്? സി നമ്മൾ ഓരോ കുട്ടി വരുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഓരോ നമ്മൾ പറയില്ല ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട് ഓരോ കുട്ടികൾക്ക്. അതായത് ടു ഇത്ര ഇയേഴ്സ് അല്ലെങ്കിൽ ഇത്ര മന്ത് ആകുമ്പോഴത്തേക്കും ഒരു കുട്ടി ഫുൾഫിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ഡെവലപ്മെന്റൽ ഇതുണ്ട്. അതായത് ഒരു ഒരു 3 മാസമായിട്ടുള്ള കുട്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ആ കുട്ടി അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആ കുട്ടി അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇപ്പം ഇല്ലെങ്കിൽ 2 വയസ്സായിട്ടുള്ള കുട്ടിയിൽ നിന്ന് നമ്മൾ അവരുടെ ചില റിയാക്ഷൻസ് ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് നമ്മൾ നോക്കുക. സി മറ്റു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മൾ നോക്കുക എൻ്റെ കുട്ടി ആ ഒരു മൈൽ സ്റ്റോൺ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ടത് ആസ് എ പാരന്റ് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് വേണ്ടിയിട്ട് കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് അഥവാ ആ കുട്ടി മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു പ്രോബ്ലമായിട്ട് എടുക്കാണ്ട് നമ്മൾ ആ കുട്ടിയെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുക. സിംഗിൾ പാരന്റ് നമുക്കും പണ്ടില്ലായിരുന്നു, ശരിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കുറെ ടെക്നോളജീസ് ഇല്ലെങ്കിൽ കുറെ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇന്റർവെൻഷൻ നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ അല്ലെങ്കിൽ CDCയുടെ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് കുട്ടിയുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ചുള്ള ചാർട്ട്സ് അവൈലബിൾ ആണ്. കുഞ്ഞ് 1 മാസത്തിൽ അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ്, 3 മാസത്തിൽ അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ്, 6 മാസത്തിൽ അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസ്. ഇത് ആസ് എ പാരന്റ് നോക്കുകയും എൻ്റെ കുഞ്ഞ് ഈ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് റിപ്പീറ്റ്ലി നോക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന് എൻ്റെ കുഞ്ഞ് അത് ഡിലേ ആവുന്നു, ഏതെങ്കിലും ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ ഡിലേ ആകുന്നുവെങ്കിൽ
എന്താണ് അടുത്ത സ്റ്റേജ്? ഇപ്പൊ നമുക്കൊരു ഹൂം ടു കൺസൾട്ട്, അടുത്ത ആരെയാ കൺസൾട്ട് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ മൈൽ സ്റ്റോൺസ് ഉണ്ട് എന്ന് പാരന്റ്സ് അവെയർ ആയിരിക്കുക കറക്റ്റ് എന്നതാണ് ഏറ്റവും കറക്റ്റ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കുട്ടി ജനിക്കുന്നതിന് മുന്നേ അവർ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ കുട്ടി ജനിക്കുന്നതിന് മുന്നേ കുട്ടിയുടെ ഓരോ ചെറിയ ചെറിയ ഡെവലപ്മെന്റ്സ് നമ്മൾ പോയി സ്കാനിങ്ങിലൂടെ ആയാലും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നോർമലാണ്, കുട്ടിക്ക് എന്തെങ്കിലും നമ്മൾ സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ കുട്ടി ജനിച്ചതിന് ശേഷം എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ്, ആ ഡെവലപ്മെന്റ്സിന് മൈൽ സ്റ്റോൺ എന്താണെന്ന് പാരന്റ്സ് കുട്ടി ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ അവെയർ ആവുന്നത് പോലെ തന്നെ കുട്ടി പുറത്തു വരുമ്പോഴും നമ്മൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആ കുട്ടിയെ എന്തൊക്കെയാണ് മൈൽ സ്റ്റോൺസ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രൊഫഷണൽസ് അവൈലബിൾ ആണ്. ഇപ്പൊ കുട്ടി നമ്മൾ ഒരു നോളജ് അക്വയർ ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. അത് എന്ത് സംഭവത്തിലായാലും കുട്ടി ജനിക്കുന്ന നമ്മൾ നേരത്തെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടേക്കുന്ന പ്രൊഫഷണൽസിനെ മീറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് നോളജ് അക്വയർ ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അത് പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഡെവലപ്മെന്റ് പീഡിയാട്രിഷ്യൻ പോലെ പ്രൊഫഷൻസ് ഇപ്പം വരുന്നുണ്ട്. അപ്പം അവിടെ കുട്ടികൾക്ക് കുട്ടി എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എന്തായാലും ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെ കാണാൻ പോകുന്നുണ്ട്. അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് ചോദിക്കാം, ഡൗട്ട് ചോദിക്കാം. എന്റെ മോന്റെ ഇത്രയാണ്, എന്റെ മോൻ ഇങ്ങനെ വളരുന്നുണ്ട്, അപ്പം അവന്റെ എന്തെങ്കിലും ഡിലേ ഉണ്ടോ, എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ട് ഡോക്ടർ എന്ന് ചോദിക്കാം. നമ്മൾ അങ്ങനെ ഓരോ മനസ്സിലാക്കി ഒരു കുട്ടിയെ നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് ആസ് എ പാരന്റ് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. കൃഷ്ണപ്രിയ പറഞ്ഞതുപോലെ തന്നെ പാരന്റിങ്ങിൽ നമ്മൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുള്ള നോളജ് നമ്മൾ അക്യൂർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഓരോ ഡെവലപ്മെന്റിലും ഓരോ സ്റ്റേജസിലും എന്തൊക്കെയാണ് അതിന്റെ ഡെവലപ്മെന്റ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമ്മുടെ കുഞ്ഞിന്റെ ഗ്രോത്തിൽ ഓരോ മൈൽ സ്റ്റോണും നമ്മൾ കുഞ്ഞ് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എൻ്റെ കുഞ്ഞിന് ഈ ഒരു പീരീഡിൽ ഇങ്ങനെ പെരുമാറുന്നത് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ മൈൽ സ്റ്റോൺസ് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇൻ കേസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അഷ്യൂർ ചെയ്യാനായിട്ടാണ് നമ്മൾ പീഡിയാട്രീഷ്യനെ കാണുന്നത് തന്നെ. അപ്പോൾ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഇത് നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അതിനനുസരിച്ചുള്ള അസസ്മെന്റ്സ് ഉണ്ടാവും, തെറാപ്പീസ് ഉണ്ടാവും. അപ്പോൾ നമുക്കതെല്ലാം നമ്മുടെ ചുറ്റിനും അവൈലബിൾ ആണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാക്ക് ഓഫ് നോളജ് കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കപ്പെടാതിരിക്കരുത്. സാറിന് എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയായിരിക്കും ഇതിനോടുള്ള അവയർനെസ് പാരന്റ്സിന് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒത്തിരി അഡ്വാൻസ്ഡ് ആണെങ്കിലും പല പാരന്റ്സിനും ഇങ്ങനെ ഒരു സംഗതി അറിവുണ്ടാവണമെന്നില്ല. നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ നമ്മൾ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് മൈൽ സ്റ്റോൺ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്റെ കുഞ്ഞ് 3 മാസത്തിൽ പെരുമാറേണ്ടത് ഇങ്ങനെയാണോ, 6 മാസത്തിൽ ഇങ്ങനെയാണോ, ഏത് വയസ്സിലാണ് വാക്കുകൾ പറഞ്ഞു തുടങ്ങേണ്ടത്, വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടത് ഏത് പ്രായത്തിലാണ്, അത് സെന്റൻസ് രൂപേണ പറയേണ്ടത് എപ്പോഴാണ്, ഈ ഒരു മൈൽ സ്റ്റോൺസ് എപ്പോഴാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പാരന്റിന് നോളജ് ഉണ്ടാവാം. ഈസിലി അവൈലബിൾ ആണ്. നമ്മൾ എല്ലാവരുടെ കയ്യിലും നമ്മളൊരു അവയവം പോലെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ. ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന പല ഹെൽത്ത് അതോറിറ്റീസിന്റെയും ചാർട്ട്സ് അവൈലബിൾ ആണ്. അത് നോക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ മടിക്കാതെ അതിൻ്റെ ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ എൻ്റെ കുഞ്ഞ് കുറച്ച് 1 മാസം കൂടി വെയിറ്റ് ചെയ്യാം, 2 മാസം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞിലെ ഞാനും 1 വയസ്സ് കഴിഞ്ഞാണ് സംസാരിച്ച് തുടങ്ങിയത്, 1 വയസ്സ് കഴിഞ്ഞാണ് ഞാൻ ക്രോൾ ചെയ്ത് തുടങ്ങിയത്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞും അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഡിലേ ആക്കാതെ നമ്മുടെ ഒരു അജ്ഞത കാരണം കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സ് ഡിലേ ആക്കുക, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. യൂഷ്വലി ഇതിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോ നമ്മുടെ മൈൽ സ്റ്റോൺസ് ഓക്കെ, ഇപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ അവർ പുതിയ പറയുന്നത് നീ ഇങ്ങനെ ആയിരുന്നു. അപ്പൊ നീ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് അങ്ങനെ കാണിക്കുന്നതിൽ നോർമലി സെയിം ആണ്. വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മളുടെ പാരന്റ്സ് വീട്ടിനടുത്തുള്ളവർ പറയുന്നതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സയൻസിനല്ല. പണ്ടത്തെ ഒരു സയൻസ് ആയിരുന്നിരിക്കാൻ അന്നത്തെ കാലത്തായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, ഭക്ഷണ രീതി മാറി, കാര്യങ്ങളെല്ലാം മാറി. പണ്ട് കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ഇന്ന് വരുന്നുണ്ട്.
അപ്പൊ അതിനൊരു സയൻസിന്റെ ബാക്കിംഗ് ഉണ്ട്. ആ ബാക്കിങ്ങിലേക്ക് പോവാന്നുള്ളത്, അത് കണ്ടുപിടിച്ച് പോവാന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സിനും ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇഷ്യൂ വരുമ്പോൾ പാരന്റ്സിന് കൺഫ്യൂഷൻസ് ഇല്ലെങ്കിൽ പാരന്റ്സിന് തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നില്ല. ഉണ്ടാവാറുണ്ട്. ന്യൂ പാരന്റ്സ് ഒരുപാട് കൺഫ്യൂഷൻസ് ഇതിന്റെ ഇടയ്ക്ക് അവർ കുറെ കോൺഫ്ലിക്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ന്യൂ പാരന്റിങ് ബ്ലൂസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പുതുതായിട്ടൊരു പാരന്റ് ആവുകയാണ്, ഞാൻ എൻ്റെ ആസ് എ ന്യൂ പാരന്റ് ആണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റഡീസ് കൊണ്ടും എൻ്റെ ലോകപരിചയം കൊണ്ട് അക്യൂർ ചെയ്ത കുറേ നോളജസും അറിവുകളും കാണും. എൻ്റെ പാരന്റ്സ് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ, അവർ എന്നെ പാരന്റ് ചെയ്തതിൽ കുറേ കാര്യങ്ങൾ കാണും. ഇത് രണ്ടും നമ്മൾ കോൺഫ്ലിക്ട് ആസ് എ പാരന്റ് ഫേസ് ചെയ്യണം. അതിൽ എന്താണ് വാട്ട് ഈസ് റൈറ്റ് ഫോർ മൈ കിഡ് എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അതുപോലെ പാരന്റ്സ് ഇപ്പം ന്യൂ പാരന്റ്സും അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരില്ലേ? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടിരുന്ന ഇല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഇൻഡിവിജ്വൽസ് ആണ്. രണ്ട് ഇൻഡിവിജ്വൽസിന് അവർക്ക് നോക്കി അവരുടേതായിട്ട് എന്ന് പറയാൻ ഒരാളും കൂടി വരുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് അവരുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന സംഭവം ഈ കുട്ടി വരുമ്പോഴത്തേക്ക് നഷ്ടപ്പെടുന്നത് പോലെ. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് പാരന്റ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ലേ? യെസ് എന്ന് പറയുമ്പോൾ അസ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്ന് വി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവർ ചേഞ്ച് ചെയ്ത് അവരുടെ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി വളരെയധികം ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ഒരാളും കൂടെ ആഡ് ഓൺ ആവുകയാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വളരെയധികം ചേഞ്ച് ഉണ്ട്. അത് ഒരു പുതിയ ഒരു ഏരിയയും കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് അല്ലെങ്കിൽ എന്തൊക്കെ അവെയർ ആയിരിക്കണം, എന്തൊക്കെ ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ ഗൂഗിൾ ചെയ്യുന്നതാണെങ്കിലും പാരന്റ്സിന്റെ അഡ്വൈസ് ആണെങ്കിലും ഇതിൽ ഏതാണ് സ്വീകാര്യത ഉള്ളത് അല്ലെങ്കിൽ ഏത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഈ കൺഫ്യൂഷൻസ് ആവാം ഒരു കണക്കിന് കുട്ടികളിൽ അവര് പെരുമാറുന്ന രീതിയും. അതെ, കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ക്ലാരിറ്റി എടുക്കുന്നില്ല. ഈ കൺഫ്യൂഷൻസ് വെച്ചിട്ട് ഒരു കുട്ടിയെടുത്ത് പെരുമാറുന്നതും ആവാം അത് കുട്ടികളെ എഫക്ട് ചെയ്യുന്നതും ആയിക്കൂടെ. ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് നേരത്തെ കൃഷ്ണപ്രിയ മെൻഷൻ ചെയ്ത കാര്യം തന്നെയാണ്. നമുക്കൊരു സയൻസിന്റെ ബാക്കിംഗ് ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വന്നാൽ ആര് പറയണമെന്ന് കേൾക്കണം? ഗൂഗിൾ ചെയ്ത് പറയുന്നത് കേൾക്കണം, നമ്മുടെ എക്സ്പീരിയൻസ് നോക്കണം, അതും ഗ്രാൻഡ് പാരന്റ്സ് പറയുന്നത് കേൾക്കണം. അതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യനാണ്. അതിനെക്കുറിച്ച് പഠിച്ച ഒരു ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻസ് ഉണ്ട്, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, എഡ്യൂക്കേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പല ആളുകളും പല മേഖലയിലുള്ള ആരോഗ്യ വിദഗ്ധരും നമുക്ക് അവൈലബിൾ ആണ്. അവരുടെ സർവീസ് തരിക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല, നമ്മുടെ പാരന്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഏജിൽ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സയൻസിന്റെ ബാക്കിങ്ങിനോടുകൂടി നമ്മളൊരു ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ ആദ്യം കണ്ടത് എന്താണ് വാസ്തവം, ഇങ്ങനെയൊക്കെ തന്നെയാണോ, ഞാനൊരു ന്യൂ പാരന്റ് ആണ്, ഇങ്ങനെ തന്നെയാണോ, ഞാൻ വായിച്ചതാണോ കറക്റ്റ്, അതോ എൻ്റെ പാരന്റ്സ് പറഞ്ഞതാണോ കറക്റ്റ്, അതോ എൻ്റെ കുഞ്ഞി ബിഹേവ് ചെയ്യുന്നത് നോർമൽ ആണോ എന്നുള്ളത് നമ്മളൊരു റീചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കാണിക്കുന്ന ആ ഒരു എഫേർട്ട്, ആ ഒരു ധൈര്യം പോയി കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.